ആവേ മരിയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അമേരിക്കയിലെ വിച്ചിത രൂപതയിലെ ഒരു വൈദികനായിരുന്നു ഫാദർ സ്റ്റീവൻ ഷെയർ. 1973 പൗരോഹിത്യം സ്വീകരിച്ചതു മുതൽ തുടർന്നുള്ള 12 വർഷക്കാലം ദൗർഭാഗ്യവശാൽ ഈ വൈദികൻ എപ്രകാരമാണോ യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല പുരോഹിതനായിരിക്കുന്നത് എന്നതിനേക്കാൾ ലോകത്തിൻ്റെ കയ്യടി തനിക്ക് എങ്ങനെ നേടാമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയായിരുന്നു. ഈ ഒരു പോരായ്മയെക്കുറിച്ച് അച്ഛന് നല്ല ബോധ്യവും ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തിരുത്താൻ ഇനിയും സമയമുണ്ടല്ലോ എന്നൊരു ചിന്താഗതിയിലാണ് അച്ഛൻ ശുശ്രൂഷകൾ മുമ്പോട്ട് കൊണ്ടുപോയിരുന്നത്. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ഏകദേശം 12 വർഷങ്ങൾ കഴിഞ്ഞ് 1973 അച്ഛൻ പുരോഹിതനായി. 1985 ഒക്ടോബർ മാസം 18-ാം തീയതി അച്ഛൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ളൊരു സംഭവം നടക്കുകയാണ്. അന്ന് അച്ഛൻ ഈ വിച്ചിത എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് 86 മൈൽ ദൂരെയുള്ള തൻ്റെ ഇടവകപ്പള്ളിയിലേക്ക്, കാൻസസ് സിറ്റിയിലുള്ള തൻ്റെ തിരുഹൃദയ ദൈവാലയത്തിലേക്ക് സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് ഒരു സ്റ്റേറ്റ് ഹൈവേയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. SH-96 എന്നറിയപ്പെടുന്ന ആ ഹൈവേ വളരെ അധികം ട്രക്കുകളും വണ്ടികളും അതിവേഗം യാത്ര ചെയ്യുന്ന ഒരു പാതയാണ്. ആ വഴിയിലൂടെ അച്ഛൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വളരെ ഗുരുതരമായ ഒരു അപകടം അച്ഛന് സംഭവിക്കുകയാണ്. എതിർദിശയിൽ നിന്ന് പാഞ്ഞു വന്ന ഒരു ട്രക്ക് അച്ഛൻ്റെ കാറിനെ ഇടിച്ചു തെറിപ്പിച്ചു. അച്ഛൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണു. ഗുരുതരമായ പരിക്കുകൾ സംഭവിച്ചു. ഹെഡ് ഇഞ്ചുറി സംഭവിച്ചു. അച്ഛൻ്റെ തലയോട്ടി പിളർന്ന് തലച്ചോറിൻ്റെ ഏതാനും ഭാഗം വെളിയിൽ വന്നു. കഴുത്തിന് മാരകമായ ഒരു ഒടിവ് സംഭവിച്ചു. അല്പനിമിഷങ്ങൾക്കകം അച്ഛൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപെട്ടു. ഹെബ്രായർ 9:27-28 തിരുവാക്യങ്ങളിലൂടെ വചനം നമ്മോട് പറയുന്നല്ലോ, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, പിന്നെ വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ ഫാദർ സ്റ്റീവൻ ഷെയറിൻ്റെ ആത്മാവ് നിത്യവിധിയാളനായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ, രാജാതിരാജനായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ തൻ്റെ വിധിക്കായി കാത്തു നിൽക്കുകയാണ്. തൻ്റെ നിത്യത എവിടെയെന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അച്ഛൻ്റെ തനത് വിധി ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇത് തൻ്റെ ന്യായപീഠത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്നുകൊണ്ട് അച്ഛൻ്റെ ജീവിതത്തെ തൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുകയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ പോരായ്മകളും, കുറ്റകൃത്യങ്ങളും പാപമേഖലകളും അനാവൃതങ്ങളാവുകയാണ്. അച്ഛൻ്റെ കുംഭസാരത്തിൽ ഏറ്റുപറയാത്ത, അനുതപിക്കാത്ത, ക്ഷമിക്കപ്പെടാത്ത എല്ലാ പാപമേഖലകളും ഈശോ ചൂണ്ടിക്കാണിക്കുമ്പോൾ എല്ലാം സമ്മതിച്ചുകൊണ്ട് അച്ഛൻ യെസ് ലോർഡ്, അതേ കർത്താവേ, അതേ കർത്താവേ എന്ന് മറുപടി പറയുകയാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഫാദർ സ്റ്റീവൻ ഷെയറിന് ധാരാളം ന്യായീകരണങ്ങളുണ്ടായിരുന്നു. ഇനിയും സമയമുണ്ടല്ലോ, തിരുത്താനേറെ സമയമുണ്ടല്ലോ, ഇനിയും വൈദിക ജീവിതം ഇനിയും കിടക്കുകയല്ലേ, അപ്രകാരമുള്ള ചിന്തയിലായിരുന്നു ഫാദർ സ്റ്റീവൻ ഷെയർ ഈ ജീവിതം നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആത്മാവ് എത്രയും നിസ്സഹായനായി ഈശോയുടെ മുമ്പിൽ നിൽക്കുകയാണ്. വിധിയുടെ സമാപന ഘട്ടമെത്തി. വിധിവാചകം ഉച്ചരിക്കേണ്ട താമസമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തു അച്ഛൻ്റെ ആത്മാവിനോട് ഇപ്രകാരം അരുളി ചെയ്തു, യു വിൽ സ്പെൻഡ് ദ റെസ്റ്റ് ഓഫ് യുവർ ഇറ്റേണിറ്റി ഇൻ ഹെൽ. നിന്റെ നിത്യത ഇനി നരകത്തിലാണ്. ഇത് കേട്ട് ഫാദർ സ്റ്റീവൻ ഷെയറിൻ്റെ ആത്മാവ് കർത്താവായ യേശുക്രിസ്തുവിനോട് പറഞ്ഞു, യെസ് ലോർഡ്, ഐ അണ്ടർസ്റ്റാൻഡ് ലോർഡ്, ഐ ഡു ഡിസർവ് ഇറ്റ് ലോർഡ്. കർത്താവെ, ഞാൻ അറിയുന്നു, ഞാൻ അതർഹിക്കുന്നു, ഇതെനിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ നിസ്സഹായകരമായ അവസ്ഥകൾ, തീർത്തും ദൗർഭാഗ്യകരമായ ഒരവസ്ഥ. എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആത്മാവിൻ്റെ മുമ്പിൽ അപ്പോൾ ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങുകയാണ്. ഒരു സ്ത്രീ ശബ്ദം അവിടെ അച്ഛൻ കേൾക്കുകയാണ്. അതിപ്രകാരമായിരുന്നു, മകനെ,
നീ ഇവൻ്റെ അമർത്യമായ ആത്മാവിനെയും ശരീരത്തെയും രക്ഷിക്കില്ലേ മകനെ? അതെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്വരം അവിടെ മുഴങ്ങുകയാണ്. തനത് വിധിയുടെ സമയത്ത് വിധിയാളനായ യേശുക്രിസ്തുവിനോട്, തൻ്റെ പ്രിയപുത്രനോട് അമ്മ യാചിക്കുകയാണ്, ഈ നിൽക്കുന്ന ആത്മാവിനെ നീ രക്ഷിക്കില്ലേ മകനെ എന്ന്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈശോ തൻ്റെ മാതാവിനോട് പറയുകയാണ്, അമ്മേ, 12 വർഷക്കാലം ഇവനൊരു പുരോഹിതനായിരുന്നു. 12 വർഷക്കാലം എനിക്ക് വേണ്ടിയല്ല അമ്മേ, ഇവന് വേണ്ടി തന്നെ. ഇപ്പോൾ അവൻ അർഹിക്കുന്ന ശിക്ഷ അവൻ ഏറ്റുവാങ്ങട്ടെ. അപ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുകയാണ്. പരിശുദ്ധ അമ്മ പ്രിയപുത്രനോട് യാചിക്കുകയാണ്, അങ്ങനെയല്ല മകനെ, അങ്ങനെയല്ല. നമുക്ക് അവന് പുതിയ കൃപകൾ കൊടുക്കാം, അവന് വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ശക്തി കൊടുക്കാം, ഒരവസരം കൂടി കൊടുക്കാം മകനെ, ഒരവസരം കൂടി. എന്നിട്ട് അവൻ ഫലം പുറപ്പെടുവിക്കുമോ എന്ന് നോക്കാം. എന്നിട്ടും അവൻ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിൽ പിന്നെ നിന്റെ ഇഷ്ടം നടക്കട്ടെ മകനെ. പ്രിയപ്പെട്ടവരെ, അവിടെ ഏതാനും നിമിഷം ഒരു നിശബ്ദതയായി. തുടർന്ന് അല്പസമയങ്ങൾക്ക് ശേഷം ഈശോ തൻ്റെ ദിവ്യമാതാവിന് നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് അരുളി ചെയ്തു, അമ്മേ, ഇവൻ നിൻ്റേതാണ്. മദർ ഈസ് യുവേഴ്സ്. ഹല്ലേലൂയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി ഒരാത്മാവ് നിത്യനാശത്തിൽ നിന്നും രക്ഷിക്കപ്പെടുകയാണ്. ഫാദർ സ്റ്റീവൻ ഷെയർ നിത്യമായി നരകശിക്ഷയിൽ നിന്ന് നിബന്ധിക്കുമായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇതാ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി, മാധ്യസ്ഥം വഴി, യാചന വഴി ജീവനിലേക്ക് തിരിച്ചു വരികയാണ്. ആ നിമിഷം തന്നെ അച്ഛൻ്റെ ആത്മാവ് ശരീരത്തോട് കൂടിച്ചേർന്നു. ജീവൻ അച്ഛനിൽ പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതെല്ലാം നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അപ്പോൾ തന്നെ ഒരു കാർ ഈ അപകട സ്ഥലത്തേക്ക് വരികയാണ്. അതിൽ നിന്നൊരു നഴ്സ് പുറത്തേക്ക് ഇറങ്ങി. ഈ അപകടം നടന്നത് കണ്ട് കാർ നിർത്തി അവരിറങ്ങിയതാണ്. നോക്കുമ്പോൾ വളരെ ഗുരുതരാവസ്ഥയിൽ രക്തത്തിൽ കുളിച്ച് ഫാദർ സ്റ്റീവൻ ഷെയർ അവിടെ കിടക്കുകയാണ്, ഒരു വൈദികൻ. ഈ വൈദികൻ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ എന്നുള്ള പ്രാർത്ഥന അബോധാവസ്ഥയിലും നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വൈദികനെ കണ്ടു. നഴ്സ് പരിശോധിച്ചപ്പോൾ ഗുരുതരമായ പരിക്കുകളാണ് അച്ഛനുള്ളതെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ആംബുലൻസ് വിളിച്ചു വരുത്തി അച്ഛനെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തിട്ട് അവിടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ലൈഫ് വാച്ച് ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തി പെട്ടെന്ന് അച്ഛനെ എയർ ആംബുലൻസ് വഴി വിച്ചിതയിൽ തന്നെയുള്ള വലിയൊരു ആശുപത്രിയിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോൾ പറയപ്പെട്ടവരെ ഡോക്ടർമാർ പറഞ്ഞു 15% സാധ്യത മാത്രമേ ഉള്ളൂ അച്ഛൻ രക്ഷപ്പെടാൻ. എന്നാൽ നമുക്കറിയാം യേശു ക്രിസ്തു തിരിച്ചു കൊടുത്ത ജീവനാണ്. പരിശുദ്ധ അമ്മ വഴി ഈശോ പുനഃസ്ഥാപിച്ചു കൊടുത്തൊരു ജീവിതമാണ് അച്ഛൻ്റേത്. വൈദ്യശാസ്ത്രത്തെ എല്ലാം അമ്പരിപ്പിച്ചുകൊണ്ട് അച്ഛൻ അതിവേഗം സൗഖ്യം പ്രാപിച്ചു. 2 മാസത്തെ ആശുപത്രിവാസത്തിന് ശേഷം 1985 ഡിസംബർ 2-ാം തീയതി അച്ഛൻ ആശുപത്രി വിട്ടു. സൗഖ്യം പ്രാപിച്ചുകൊണ്ട് അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തുടർന്ന് ഏതാനും മാസത്തെ വിശ്രമത്തിന് ശേഷം 1986 മെയ് മാസത്തിൽ അച്ഛൻ തൻ്റെ പഴയ ഇടവകയിൽ തന്നെ വീണ്ടും വികാരിയായി ചാർജ് എടുത്തു. ആത്മീയ മണ്ഡലങ്ങളിൽ സംഭവിച്ചിരുന്ന ഈ കാര്യങ്ങളെല്ലാം അച്ഛൻ മറന്നുപോയിരുന്നു. വേറൊരർത്ഥത്തിൽ അച്ഛൻ്റെ ബുദ്ധിയിൽ നിന്നത് മറയ്ക്കപ്പെട്ടിരുന്നു, ഓർമ്മയിൽ നിന്നത് മറയ്ക്കപ്പെട്ടിരുന്നു. സാധാരണ പോലെ അച്ഛൻ പൗരോഹിത്യ ജീവിതം തുടർന്നുകൊണ്ടിരുന്നു. അന്നൊരു ഞായറാഴ്ച അച്ഛൻ ദിവ്യബലി അർപ്പണം നടത്തിക്കൊണ്ടിരിക്കവേ സുവിശേഷ വായനയുടെ ഘട്ടമായി. അന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവാക്യങ്ങളാണ്. ഫലം തരാത്ത അത്തിമരത്തിൻ്റെ ഉപമയാണ്. അവിടെ അച്ഛൻ സുവിശേഷം വായിക്കുന്നു. ഒരു കൃഷിക്കാരൻ മുന്തിരിത്തോപ്പിൽ അത്തിമരം നട്ടുപിടിപ്പിച്ചു. 3 വർഷങ്ങൾ അതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചിട്ട് അത് ഫലം പുറപ്പെടുവിക്കുന്നില്ലാത്തതുകൊണ്ട് അതിനെ വെട്ടിയെറിഞ്ഞ് കളയുകയാണ്. വെട്ടിയെറിഞ്ഞ് കളയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഇതാ അവിടെ ആ ഭൃത്യൻ ഇടപെടുകയാണ്. യജമാനെ, അതൊരു വർഷം കൂടി ഇവിടെ നിൽക്കട്ടെ, ഞാൻ അതിന് ചുവട് കളിച്ച് വളമിടാം, അത് ഫലം തരുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ നിറവേറട്ടെ. പ്രിയപ്പെട്ടവർ, ഈ സുവിശേഷം അച്ഛൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ അസാധാരണമായ ചില സംഭവങ്ങൾ നടക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും സുവിശേഷ ഗ്രന്ഥത്തിൽ നിന്നും
ഈ സുവിശേഷത്തിലെ ഓരോ വാക്കും ജീവനുറ്റതായി അച്ഛൻ്റെ നേർക്ക് ഉയർന്നു വരുന്നതായി അച്ഛൻ അനുഭവപ്പെട്ടു. അച്ഛൻ ദിവ്യബലി അർപ്പണം പൂർത്തിയാക്കി തൻ്റെ മേടയിലേക്ക് മടങ്ങി. എന്തോ അസാധാരണമായി സംഭവിച്ചതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പെട്ടെന്ന് അച്ഛൻ്റെ ചിന്താമണ്ഡലത്തിൽ, അച്ഛൻ്റെ ആന്തരിക നേത്രങ്ങളിൽ അഭ്രപാളികളിൽ എന്നതുപോലെ തൻ്റെ അപകട ദൃശ്യങ്ങൾ ഓരോന്നായി തെളിഞ്ഞു വന്നു. തൻ്റെ വണ്ടി അപകടം നടക്കുന്നതും, താൻ വണ്ടിയിൽ നിന്ന് തെറിച്ചു വീഴുന്നതും, അല്പ നിമിഷങ്ങൾക്കകം താൻ മരിക്കുന്നതും, തുടർന്ന് താൻ രാജാതിരാജനായ യേശുക്രിസ്തുവിൻ്റെ നീതിപീഠത്തിന് മുമ്പിൽ തൻ്റെ തനത് വിധിക്കായി കാത്തു നിൽക്കുന്നതും, തൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ കുമ്പസാരത്തിൽ ഏറ്റുപറയാത്ത പാപങ്ങളെല്ലാം യേശുക്രിസ്തു തനിക്ക് വെളിപ്പെടുത്തി തന്നതും, തൻ്റെ നിത്യത നരകത്തിലായിരുന്നു എന്നതും, പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ വഴി ഈശോ തനിക്ക് വീണ്ടും തന്നോട് ക്ഷമിച്ച് ഒരു ജീവിതം കൂടി തനിക്ക് തന്നതുമായ കാര്യങ്ങളെല്ലാം അച്ഛന് വെളിപ്പെട്ട് കിട്ടി. കണ്ണീരൊഴുക്കിക്കൊണ്ട് അച്ഛൻ അന്നൊരു തീരുമാനമെടുത്ത്, ഞാൻ ഇന്നു മുതൽ യേശുക്രിസ്തുവിൻ്റെ ഒരു സത്യപുരോഹിതനായിട്ട് ജീവിക്കും, ഒരു ഉത്തമ വൈദികനായിട്ട് ഞാൻ ഇനിയുള്ള കാലം യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറും. ഹല്ലേലൂയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, അന്നു മുതൽ ഫാദർ സ്റ്റീവൻ ഷെയർ ഈ ഒരു സാക്ഷ്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ തുടങ്ങി. 2 കാര്യങ്ങൾ ഞാൻ ലോകത്തോട് വിളിച്ചു പറയും, അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു എനിക്ക് ഈ ജീവൻ തന്നത് എന്ന് അച്ഛൻ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞു. നരകം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നരകം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2, തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും ഈ നരകാഗ്നിയിൽ നിന്നും ഒഴിഞ്ഞു മാറപ്പെടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകപ്രശസ്ത കത്തോലിക്ക ചാനലായ EWTN നെറ്റ്വർക്കിൽ ഉൾപ്പെടെ അച്ഛൻ്റെ സാക്ഷ്യങ്ങൾ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ദൃശ്യം, അതിൻ്റെ ഒരു വീഡിയോ ലിങ്ക് ഈ ഒരു വീഡിയോടൊപ്പം ചേർക്കുന്നുണ്ട്. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അച്ഛൻ്റെ വാക്കുകളിൽ കൂടി തന്നെ ഈ സംഭവങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മോട് പറയുന്നു, സ്വർഗത്തിൽ നമുക്കൊരമ്മയുണ്ട്. CCC 968 പാരഗ്രാഫിൽ സഭ നമ്മെ പഠിപ്പിക്കുന്നു, കൃപാവരക്രമത്തിൽ മറിയം നമ്മുടെ അമ്മയാണ്. തുടർന്ന് 969 പറയുന്നു, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടതിന് ശേഷവും മറിയം തൻ്റെ രക്ഷാകര ദൗത്യം അവസാനിപ്പിക്കുന്നില്ല. നാം ഓരോരുത്തരുടെയും ശാശ്വത രക്ഷ പൂർത്തിയാകുന്നത് വരെ, നാം ഓരോരുത്തരും സ്വർഗത്തിലെത്തുന്നത് വരെ തൻ്റെ വിവിധങ്ങളായ മാധ്യസ്ഥം വഴി അവൾ നമ്മുടെ നിത്യരക്ഷയ്ക്ക് ആവശ്യമായ ദാനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇതിനാൽ സഭയിൽ മറിയത്തെ അഭിഭാഷക, സഹായിക, ഉപകാരിണി, മധ്യസ്ഥ എന്നീ വിവിധ ബഹുമതി പേരുകളിൽ നാം വിളിച്ചപേക്ഷിക്കുന്നു. ആവേ മരിയ. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നമുക്ക് ഒരമ്മയുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ പരിശുദ്ധ മറിയം തന്നെ നമ്മുടെ നിത്യരക്ഷയ്ക്ക് ഏറ്റവും അധികം നമ്മെ സഹായിക്കുന്ന, നമ്മുടെ തനത് വിധിയിൽ പോലും നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഭിഭാഷക, ഒരു സ്നേഹനിധിയായ മാതാവ് നമുക്കുണ്ട് എന്നുള്ളത് എത്രയോ സന്തോഷകരമായൊരു കാര്യമാണ്.